എന്താണ് മൺസൂൺ? ഉത്തരം മഴ കൊണ്ടുവരുന്ന കാറ്റാണ് മൺസൂൺ. എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം ബംഗാളിൽ നിന്നുള്ള സർവേയർ രാധാനാഥ് സെക്കിൻഡാർ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം നൈൽ. കുറുവ ദ്വീപ്, ബാണാസുര സാഗർ ഡാം ഇവ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം കബനി. മാമാങ്കം നടന്നിരുന്നത് എവിടെയാണ്? ഉത്തരം ഭാരതപ്പുഴയുടെ തീരത്ത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം പമ്പ. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദി? ഉത്തരം നെയ്യാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഏത് നദിയിലാണ്? ഉത്തരം പെരിയാർ. ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ നാഗാർജുന സാഗർ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൃഷ്ണ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം കാവേരി. ടിബറ്റിൽ ബ്രഹ്മപുത്ര ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സാങ്പോ. പാകിസ്ഥാന്റെ ദേശീയ നദി ഏതാണ്? ഉത്തരം സിന്ധു. നൈൽ നദി എവിടെയാണ് പതിക്കുന്നത്? ഉത്തരം മെഡിറ്ററേനിയൻ കടലിൽ. കാരാപ്പുഴ ജലസേചന പദ്ധതി ഏത് നദിയുടെ പോഷക നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കബനിയുടെ. പമ്പ ഏതെല്ലാം ജില്ലകളിലൂടെ ഒഴുകുന്നു? ഉത്തരം ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം ഭാരതപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് ഗ്രാൻഡ് അണക്കെട്ടാണ്. ഇത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാവേരി. മഹാരാഷ്ട്രയിലെ സംഗ്ലി നഗരം ഏത് നദീതീരത്താണ്? ഉത്തരം കൃഷ്ണ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി? ഉത്തരം നർമ്മദ. ഏതെല്ലാം നദികൾ ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് നിർമ്മിച്ചിട്ടുള്ളത്? ഉത്തരം ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന്. 1 കിലോഗ്രാം സമുദ്രജലത്തിൽ എത്ര ഗ്രാം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്? ഉത്തരം 35 ഗ്രാം. എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കയറിയ വ്യക്തി? ഉത്തരം ഷെർപ്പ ആൻഗ്രീത്ത്. പാത്രക്കടവ് ജലവൈദ്യുതി വിഭാവനം ചെയ്തിരുന്നത് ഏത് നദിയിലാണ്? ഉത്തരം കുന്തിപ്പുഴ. ആമസോൺ പതിക്കുന്നത് എവിടെയാണ്? ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം ഗോദാവരി. മധ്യപ്രദേശിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി? ഉത്തരം താപ്തി. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജൂലി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആസാം. ഫക്രാനങ്കൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സത്ലജ്. ശിലാമണ്ഡലം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ഉത്തരം ശിലാപദാർത്ഥങ്ങൾ കൊണ്ട്. കെമു എന്ന കൊടുമുടിക്ക് K2 എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം 1856 ബ്രിട്ടീഷുകാരനായ TG മോൺട്ഗോമറി. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ പ്രധാനമായും ഒഴുകുന്നത് ഏതു രാജ്യത്തു കൂടിയാണ്? ഉത്തരം ഇറാഖ്. വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം സാംബസി. ഭവാനി പ്രധാനമായും ഏത് സംസ്ഥാനത്തു കൂടിയാണ് ഒഴുകുന്നത്? ഉത്തരം തമിഴ്നാട്. പമ്പ ഏത് കായലിലാണ് പതിക്കുന്നത്? ഉത്തരം വേമ്പനാട്ട് കായൽ. മുല്ലപ്പെരിയാർ ഡാമിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? ഉത്തരം തമിഴ്നാട്. ഗോദാവരി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം പശ്ചിമഘട്ടത്തിലെ നാസിക്കിന് സമീപത്ത് നിന്ന്. താപ്തി നദി എവിടെയാണ് പതിക്കുന്നത്? ഉത്തരം അറബിക്കടലിൽ. ഗംഗയുടെ ഏത് കൈവഴിയുടെ തീരത്താണ് കൊൽക്കത്ത നഗരം? ഉത്തരം ഹൂഗ്ലി. അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകം എന്താണ്? ഉത്തരം നൈട്രജൻ. ദക്ഷിണ യൂറോപ്പിൽ ജിനോവ ഉൾക്കടൽ മുതൽ വിയന്ന വരെ നീണ്ടുകിടക്കുന്ന പർവ്വതനിര? ഉത്തരം ആൽപ്സ്. നദികൾക്കിടയിലെ നാട് എന്നറിയപ്പെടുന്നത്? ഉത്തരം മെസപ്പൊട്ടോമിയ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം മിസിസിപ്പി.
നിള, പേരാർ എന്നെല്ലാം അറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാറിലും പോഷക നദികളിലും. കല്ലായി പുഴ ഒഴുകുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. ആമസോൺ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതത്തിൽ നിന്ന്. കാവേരി നദി പതിക്കുന്നത് എവിടെയാണ്? ഉത്തരം ബംഗാൾ ഉൾക്കടലിൽ. കൃഷ്ണ നദി ഏത് ഉൾക്കടലിലാണ് പതിക്കുന്നത്? ഉത്തരം ബംഗാൾ ഉൾക്കടലിൽ. നാസിക് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഉത്തരം ഗോദാവരി. തുംഗഭദ്ര, ഭീമ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഉത്തരം കൃഷ്ണ. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം 2008. സാലിം അലിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ഫാൾ ഓഫ് എ സ്പാരോ, അല്ലെങ്കിൽ ഒരു കുരുവിയുടെ പതനം. ജപ്പാനിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം? ഉത്തരം മൗണ്ട് ഫ്യൂജി. ശ്രീലങ്കയിലെ പ്രധാന നദി? ഉത്തരം മഹാബലി ഗംഗ. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം വോൾഗ. ഭവാനി പതിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം കാവേരി. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി? ഉത്തരം പമ്പ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാറിൽ. കക്കയം ഡാം ഏത് പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കുറ്റ്യാടിപ്പുഴയിൽ. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കാശ്മീർ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഗോദാവരി. ടിബറ്റിലെ കൈലാസ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം ബ്രഹ്മപുത്ര. ഭൂമിയിലെ ആകെ ജലത്തിന്റെ എത്ര ശതമാനം സമുദ്രത്തിലുണ്ട്? ഉത്തരം 97%. അന്നപൂർണ കീഴടക്കിയ വനിതകൾ ആരെല്ലാമാണ്? ഉത്തരം ആർലിൻ ബ്ലമ്മിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പർവ്വതാരോഹകർ. അമുദാര്യ നദി ഒഴുകുന്നത് എവിടെയാണ്? ഉത്തരം മധ്യ ഏഷ്യയിലൂടെ. റഷ്യയുടെ ദേശീയ നദി? ഉത്തരം വോൾഗ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം പാമ്പാർ. തൂതപ്പുഴ, കുന്തിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഉത്തരം ഭാരതപ്പുഴയുടെ. കേരളത്തിന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കാവുന്ന നദി? ഉത്തരം പെരിയാർ. അരുവിപ്പുറം ഏത് നദീതീരത്താണ്? ഉത്തരം നെയ്യാറിന്റെ. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം പെരിയാർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതെല്ലാമാണ്? ഉത്തരം കബനി, ഭവാനി, പാമ്പാർ. കൃഷ്ണയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഉത്തരം തുംഗഭദ്ര. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം നർമ്മദ. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം തീസ്ക. സിക്കിം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗം? ഉത്തരം ചെമ്പൻ പാണ്ട. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അമേരിക്കൻ വനിത? ഉത്തരം സ്റ്റാസി ആലിസൺ. ചന്ദന മരങ്ങൾക്ക് പേര് കേട്ട മറയൂർ കാട്ടിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം പാമ്പാർ. കബനി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഉത്തരം വയനാട്ടിലെ പക്രംതളം കുന്നുകളിൽ നിന്നും. മലമ്പുഴ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഭാരതപ്പുഴ. പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം തമിഴ്നാട്ടിലെ സുന്ദർമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്ന്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം ശിരുവാണി. ശിവസമുദ്ര വെള്ളച്ചാട്ടം, ഹൊഗനക്കൽ വെള്ളച്ചാട്ടം എന്നിവ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാവേരി. കേരളത്തിൽ ആകെ എത്ര നദികളാണ് ഉള്ളത്? ഉത്തരം 44. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം? ഉത്തരം ഓസ്ട്രേലിയ.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര? ഉത്തരം ഹിമാലയം. ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ഏതാണ്? ഉത്തരം സയർ. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം പാമ്പാറിൽ. ആലുവ, മലയാറ്റൂർ, തേക്കടി, തട്ടേക്കാട് എന്നിവ ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം പെരിയാറിന്റെ. കോയമ്പത്തൂർ നഗരത്തിൽ ജലമെത്തിക്കുന്നത് ഏത് അണക്കെട്ടിൽ നിന്നാണ്? ഉത്തരം ശിരുവാണി അണക്കെട്ട്.